എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 31 ദശകത്തിലെ 2ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപ്യസ്യോത്സേകം ശമയിതു മനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹേതി തു നിഗദിതേ കസ്യ ഹാസ്യം ന വാസ്യാത്. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. താം അക്ഷീണാം ബലിഗിരം ഉപാകർണ്യ, സർവേശ്വരത്വം വെളിവാക്കുന്ന മഹാബലിയുടെ ആ വാക്ക് കേട്ടപ്പോൾ കാരുണ്യപൂർണ അഭി, കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും അസ്യ ഉത്സേകം ശമയിതുമന, ഈ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കണം എന്നു കരുതി. ആര്? വാമനമൂർത്തി. ദൈത്യവംശം പ്രശംസൻ, അസുരവംശത്തെ പ്രശംസിച്ചിട്ട് പാദത്രയ പരിമിതാം ഭൂമി, 3 കാൽച്ചുവട് കൊണ്ടളക്കാവുന്ന ഭൂമി, പ്രാർത്ഥയാമാസിധ, ദാനമായി അപേക്ഷിച്ചു, ത്വം അങ്ങ് ഭഗവാൻ, സർവം ദേഹി ഇതി, സർവവും തരിക എന്ന്, നിഗദിതേതു പറഞ്ഞാൽ, കസ്യവാഹാസ്യം ന സ്യാത്, ആർക്കാണ് പരിഹാസ്യമായി തോന്നാതിരിക്കുക. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ മഹാബലി എന്താ പറഞ്ഞത്? സർവം പ്രദാസ്യേ, സർവ്വതും, എന്തെല്ലാം വേണോ എല്ലാം ചോദിക്കൂ, ഞാൻ തരാം. എന്തും കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് താനെന്ന അഹങ്കാരം ബലിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ദൃഢമായിട്ട് പറയുന്നത്. അത് കേട്ടപ്പോൾ കാരുണ്യമുള്ളവനാണെങ്കിലും ഇവൻ്റെ ഗർവം കുറയ്ക്കണം എന്ന് ഭഗവാന് തോന്നി. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ കാൽച്ചുവട് കൊണ്ട് അളക്കാവുന്ന 3 അടി മണ്ണ്, അതായത് ഭൂമി, ദാനമായി അപേക്ഷിച്ചു. എന്തും തരാം എന്ന് പറയുന്ന വ്യക്തിയോട് അങ്ങേക്കുള്ളതെല്ലാം ഇങ്ങോട്ട് തരൂ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? അങ്ങനെ സർവവും തരിക എന്ന് പറയുന്നവൻ എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമായി തീരില്ലേ എന്നാണ്. എന്താ നമ്മൾ പറയുക? അത്യാഗ്രഹം എന്നല്ലേ? മാത്രമല്ല, ഇങ്ങോട്ട് വളരെ മര്യാദയോടുകൂടിയാണ് മഹാബലി ഭഗവാനോട് സംസാരിച്ചത്. ഇങ്ങോട്ട് മര്യാദയായി സംസാരിക്കുന്നവരോട് അങ്ങോട്ടും മര്യാദയായി തന്നെ നമ്മൾ സംസാരിക്കണം എന്നാണ് പറയുക. അതുകൊണ്ടാണ് എന്തും തരാം എന്ന് പറയുന്ന ആ വലിയ മനസ്സിന് മുന്നിൽ അങ്ങേക്കുള്ളതെല്ലാം ഇങ്ങോട്ട് തന്നോളൂ എന്ന് ചോദിക്കാഞ്ഞത്. സത്യത്തിൽ ഭഗവാൻ മഹാബലിയുടേതായിട്ടുള്ള സർവവും വാങ്ങാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഈ 3 അടി മണ്ണ് യാചിക്കുമ്പോൾ, അത് അപേക്ഷിക്കുമ്പോൾ വീണ്ടും മഹാബലിയുടെ അഹങ്കാരം കൂടുകയാണ് ചെയ്യുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഹരേ കൃഷ്ണ.